അമ്മ വന്നു കഴിഞ്ഞാലേ അമ്മ ഇങ്ങനെ എടുത്തോണ്ട് നടക്കട്ടെ കുഞ്ഞുമാവകളുടെ പോലെ. എന്നിട്ട് അമ്മയ്ക്ക് അത് കണ്ണനെ കൈമാറാനായിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ താഴെ കിടത്തുന്നത് ഇഷ്ടമല്ല, ബെഡിൽ കിടത്തുന്നത് ഇഷ്ടമല്ല. അത് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടുതരും കേട്ടോ. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് വെച്ചിരിക്കണം കാണാൻ. അപ്പം ഞാൻ പറയാം, അമ്മ ഇപ്പോൾ അവിടെ നിന്ന് എടുത്തതല്ലേ, അപ്പോൾ അവിടെ തന്നെ കിടത്തിയാൽ പോരെ, വേണ്ട കുറേ നേരമായില്ലേ കിടക്കണം എന്നൊക്കെ വേണ്ട ഇങ്ങനെ എടുത്ത് തരും കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അമ്മ ഇപ്പോൾ വരുന്നത് വളരെ കുറവാണ്. അച്ഛൻ്റെ കൂടെ വരും, അപ്പോൾ തന്നെ പോവും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ആൾ വരികയാണെങ്കിൽ ആൾക്ക് ഒരു ടൈം ടേബിളൊക്കെ ഉണ്ട്. കാലത്ത് വന്നാൽ ഇത്ര മണിയുടെ ബസ്സിന് എനിക്ക് പോകണം, ഇത്ര മണിക്ക് അവിടെ എത്തണം, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളിലൊക്കെയാണ് ആൾ വരിക. പിന്നെ ചിലർ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഇങ്ങോട്ട് വരുന്നത് പോലെയല്ലല്ലോ. അവിടെ എന്ന് പറഞ്ഞാൽ ആളുടേതായുള്ള ജോലികൾ അങ്ങനെയൊക്കെ ആയിട്ട് ആളും ചിലപ്പോൾ അവിടെ ബിസി ആവാറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൻകുട്ടിക്ക് പഴം പുഴുങ്ങിയത് കൊടുക്കാനിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ പുഴുങ്ങിയിട്ട് കുറച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചൊക്കെയാണ് കൊടുത്തത്. അപ്പോൾ അതിങ്ങനെ കോരി എടുക്കുമ്പോഴേ കുറേ നേരം പോകുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ കൊടുക്കാറുള്ളത്, പക്ഷെ ഇന്നിപ്പോൾ ഞാൻ കൈ കൊണ്ട് ഉടച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ ഗോഷ്ഠികളൊക്കെ കാണിച്ചിട്ട് വേണം കേട്ടോ കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ആൾ കഴിക്കുന്നുണ്ട്. കല്യാണിയാണെങ്കിൽ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അവളെ വീഡിയോയിൽ കാണുന്നത് വളരെ ചുരുക്കമായിരിക്കും, കാരണം എവിടെയെങ്കിലും നിന്നാലല്ലേ എന്ന് വീഡിയോ ഒക്കെ എടുക്കുക. നമ്മൾ ട്രൈപോഡ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, ട്രൈപോഡ് പിന്നാലെ ഓടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അമ്മ പോവാണ് കേട്ടോ. അമ്മയുടെ 2:30 ബസ് വരുന്നത് നേരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയില്ല 2 മുളകും തൈ അമ്മയ്ക്കുള്ളതായിരുന്നു കേട്ടോ. കൂടുതലൊന്നും അമ്മയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ബസ്സിനല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളെന്തോ എല്ലുപൊടിയോ അതുപോലെ മുളകും തൈയോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കവറിലാക്കി ഞാൻ കൊടുക്കായിരുന്നു. മുളകും തൈ ഇനി പൊടിയുണ്ട് അവിടെ എത്തുമ്പോഴേക്കെന്നൊക്കെ പറഞ്ഞ് 2 കവറിലൊക്കെ ആക്കി സേഫാക്കിയൊക്കെ കൊടുക്കായിരുന്നു കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ബസ്സിലൊക്കെ കയറുമ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി അത് ഒടിഞ്ഞങ്ങാൻ പോകുന്നു. അപ്പോൾ ഞാനത് നല്ലോണം ശ്രദ്ധിച്ചൊക്കെ വെച്ച് കൊടുക്കായിരുന്നു. പിന്നെ അമ്മ വന്നതും പോണതും പെട്ടെന്ന് തന്നെ ആയ പോലെ എനിക്ക് തോന്നിയിട്ടോ. കാരണം നമ്മളൊന്ന് പുറത്ത് പോയി വന്ന് ഭക്ഷണം കഴിച്ചപ്പോഴേക്കും പിന്നെ പോകേണ്ട സമയമായിട്ട്. അപ്പോൾ കണ്ണൻകുട്ടി ഇതേ ബലൂൺ പിന്നെയും കയ്യിൽ. ബലൂൺ എന്താണാവോ, അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെ ആയിട്ട്, അത് പൊട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അമ്മേനെ യാത്രയാക്കിയൊക്കെ അകത്തേക്ക് കയറുകയാണേ.